എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ ഒരു അപ്ഡേറ്റ് ആണ് കാണിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചട്ടിയിൽ അടുക്കളയിലെ കുറച്ച് വേസ്റ്റുകൾ ഇട്ടിട്ട് അതിൽ നിന്ന് മുളച്ച് വന്നതാണെന്നും പറഞ്ഞ്. അപ്പോൾ ഇത് പൂവിട്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നിരുന്നത് എന്താണ് സംഭവം എന്ന് അറിയില്ല. ഉണ്ടായിട്ട് വെയിറ്റ് ചെയ്യാണ്, ഉണ്ടാവണത് നോക്കി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ സംഭവം. അതിൽ കായ ഉണ്ടായെങ്കിലും അതിലാകെ പുഴുക്കുത്തായി. പുഴുവോ പ്രാണി എന്തോ കുത്തി നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഉണ്ടായി കണ്ടില്ല. വളരെ സന്തോഷം. പിന്നെ ചെറിയ കുറച്ച് പൂക്കളും കൂടി അതിലുണ്ട്. അപ്പം ഇനിയാണെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതെന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടായി കാണാൻ വലിയ താല്പര്യമായിരുന്നു. അതുപോലെ ഉണ്ടായി. പക്ഷേ അത് സാരില്ല, പോട്ടെ. ചെടികളും കായ്കളൊക്കെ ആയി അങ്ങനെയൊക്കെയാണല്ലോ. ചിലതൊക്കെ നന്നായി കിട്ടും, ചിലതൊക്കെ നമ്മൾ വിചാരിക്കണ പോലെ ആയിരിക്കില്ല, അങ്ങോട്ട് ശരിയാവില്ല. അത്ര തന്നെ. ഇനിയാണെങ്കിലും പൂക്കളുണ്ട്, ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണോ? ഇപ്പം ഇവിടെ മഴയുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നല്ല മഴയുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇതിപ്പോൾ കാണുന്നത് ഫേണാണ് കേട്ടോ. ഈ ഫേൺ കാണുമ്പോൾ നമ്മുടെ പഴയ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കിണറിൻ്റെ വക്കിലൊക്കെ ഇങ്ങനെ ഫേൺ ഉണ്ടാവും, പന്നൽ ചെടി. എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ കൈമ ഇങ്ങനെ ഒട്ടിച്ച് കളിക്കും. ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് നമ്മുടെ കൈമയാകും. അത് ഗ്രീൻ കളറ് ഇതുപോലെ തന്നെ ഇരിക്കുന്നത് ഗ്രീൻ കളറാണ്. പക്ഷേ ഇത് ആ ഫേൺ നമ്മുടെ കൈമ ഒട്ടിക്കുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് വരില്ലേ, ആ സെയിം വൈറ്റ് ഷെയ്ഡ് ഈ ഗ്രീൻ ഫേണും ഉണ്ട്. ഇത് ചെടിയായിട്ട് നടന്ന ഒരു തരം ഫേണാണ്. സംഭവം നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ നട്ടിട്ട് അധികമായിട്ടില്ല, എന്നാലും തരക്കേടില്ലാതെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി കാണുമ്പോൾ ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെയ്യാതെ ഇരിക്കില്ല. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഓരോ കളികളൊക്കെ ആയിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ ഈ കാണുന്നത് അടുത്തൊരു ഫേണാണ് കേട്ടോ. ഇതിൻ്റെ പേര് ബട്ടൺ ഫേൺ എന്നാണ് കേട്ടോ. ചെറിയ ഇലകളായിട്ടില്ലേ, തീരെ പൊടിയ ഇലകളായിട്ട് നല്ല നീളത്തിന് വന്ന ഒരു ഫേണാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫേണാണ് കേട്ടോ. ഇതെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പറിച്ച് നമ്മുടെ ഇൻഡോറായിട്ട് വയ്ക്കാനായിട്ടേ കുറച്ച് പറിച്ച് മാറ്റി വേറെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സൺലൈറ്റൊക്കെ അടിക്കണ കൊണ്ടായിരിക്കും നല്ല നീളത്തിന് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഫേൺ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫേൺ എനിക്ക് കിട്ടിയത് ഞങ്ങൾ ഒരു പ്രാവശ്യം എവിടെയാണെന്ന് ഓർമ്മയില്ല, ഒരു ട്രിപ്പിന് പോയപ്പോൾ ഇതാണ്. അത് ഒരു എന്താ പറയണ, നല്ല കാട് പോലെ റബ്ബറൊക്കെ ഉള്ള ഒരു സ്ഥലം. റബ്ബറാണെന്ന് ഓർമ്മയില്ല, നല്ല എന്തായാലും കാട് പോലെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ അന്ന് കിട്ടിയതാണ്. അന്ന് ഞാൻ നട്ടിട്ട് പിന്നെ വേറൊരു ചട്ടിയിലാണ് നട്ടത്, മൺചട്ടിയിലാണ് നട്ടത്. അതിന് ശേഷം ആ ചെടി കുറേ നാളിങ്ങനെ നിന്ന് മദർ പ്ലാന്റായി. പിന്നെ ചട്ടിയിൽ വെച്ചുകൊണ്ടാണെന്നൊന്ന് അറിഞ്ഞൂടാ. കുറച്ച് വർഷമായപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ ഭംഗിയൊക്കെ പോയി. പിന്നെ അതിൻ്റെ വേരിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ തൈ പൊട്ടിമുളച്ചത് അത് വീണ്ടും ഇങ്ങനെ വെച്ചതാണ് കേട്ടോ, ഒരു വൈറ്റ് പോട്ടിൽ. നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഇത് പക്ഷെ വലിയ ഫേണാവുന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണലുള്ള സ്ഥലത്തൊക്കെ, അത്യാവശ്യം മുറ്റവും കാര്യങ്ങളും തണലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അടുത്തതായി കാണുന്നത് ഈ ഫേണാണ്. ഇതൊരു ഹാങ്ങിങ് ഫേണാണ് കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ഒരുപാടുണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിപ്പോൾ 3 ചട്ടിയിലേക്ക് നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ്. നല്ല ഭംഗിയിൽ ഹാങ്ങായിട്ട് കിടക്കണ ഒരു ഫേണാണ് കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.